കമ്പം നമ്മളിൽ 90% പേരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ സ്റ്റേജിൽ കയറുന്നതിന് മുൻപ് തന്നെ എന്തോ ഒരു വലിയ വിഷമം നമുക്ക് അനുഭവപ്പെടും. സ്റ്റേജിൽ കയറിയാൽ മുൻകൂട്ടി പ്ലാൻ ചെയ്തു പോകുന്ന മിക്ക ആശയങ്ങളും മറന്നു പോകും. എന്തെങ്കിലും മുഴുമിപ്പിക്കാത്ത ആശയങ്ങളോ വാചകങ്ങളോ ഒക്കെ അല്പമെങ്കിലുമൊക്കെ ഒന്ന് അവതരിപ്പിച്ച് വിഷമപൂർവ്വം അങ്ങും ഇറങ്ങിപ്പോവുക ചെയ്യുന്നത്. ഒരു വിഷമം അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു ആശ്വാസവും. ഇതാണ് സഭാകമ്പം. ഇതിനാവശ്യമുണ്ടോ? ഇതെന്തുകൊണ്ടുണ്ടാകുന്നു? നമ്മൾ വിചാരിക്കുന്നത് അവിടെ ഇരിക്കുന്നതെല്ലാവരും നമ്മളെക്കാൾ വലിയ ആൾക്കാരാണ്, നമ്മൾ വളരെ മോശമാണ്. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റു പറഞ്ഞാൽ അവരെന്തു വിചാരിക്കും? അതൊരു മോശമായ കാര്യമല്ലേ? നമ്മളുടെ ആ കഴിവില്ലായ്മ അവർ മനസ്സിലാക്കുകയില്ലേ? അത് വേണ്ട, അതൊരു വിഷമമാണ്. എന്നാലും ആവശ്യത്തിൻ്റെ കൂടുതലുണ്ട്. ആരെങ്കിലും നിർബന്ധിക്കുന്നത് കൊണ്ടോ മറ്റോ സ്റ്റേജിൽ കയറേണ്ടി വരുന്നു. അവിടെ ഇരിക്കുന്നവർ നമ്മളെക്കാൾ വലിയവരാണെന്ന് വെച്ചോളൂ. പക്ഷെ എന്നാലും അവർ നമ്മളുടെ എന്തെങ്കിലും ഒരാശയമോ ആ വാചകങ്ങളുടെ ഘടനയോ അത് അവതരിപ്പിക്കുന്ന രീതിയോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഒരു ക്വാളിറ്റി അവർ മനസ്സിലാകുന്നുണ്ടാവും, അവരിഷ്ടപ്പെടുന്നുണ്ടാവും. ഒരു 10% പേരെങ്കിലും നമ്മൾ പറയുന്ന എന്തു പറഞ്ഞാലും ഇഷ്ടപ്പെടുന്നവർ കാണും അവിടെ. കാരണം വിവിധ തരത്തിലുള്ള വ്യക്തിത്വമാണ് എല്ലാവരിലും ഉള്ളത്. അതാണ് കാരണം. ഇപ്പോൾ സുകുമാർ അഴീക്കോട് പോലോ സാനു മാഷെ പോലുള്ള വലിയ വാഗ്മികൾ ആണ് സ്റ്റേജിൽ കയറിയിരുന്നെങ്കിൽ അവരെ ചിലപ്പോൾ അനേകായിരം പേരാണ് കേൾക്കാൻ വരുന്നത്. അവർ വരുന്നത് എന്തെങ്കിലുമൊക്കെ അവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യം ഇവരിൽ നിന്ന് മനസ്സിലാക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ്. പക്ഷെ 10% കൂടുതൽ അവരിൽ ശരിയായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവർ അതിലില്ല. ബാക്കിയുള്ളവരിങ്ങനെ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ കൊള്ളാമെന്നൊക്കെ നോക്കിയിരുന്ന് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ മുഷിപ്പൊക്കെ തോന്നി എങ്ങനെയെങ്കിലും ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഇറങ്ങിപ്പോകുന്നവരാണ്. അപ്പം നമ്മൾ ഒന്നും അറിയാൻ മേലാത്ത സാധാരണ ഒരു മനുഷ്യൻ കയറി ഒന്ന് സ്റ്റേജിൽ കയറി പ്രസംഗിക്കുമ്പോൾ അതിനുണ്ട് 10%. സാനു മാഷ് പ്രസംഗിക്കുമ്പോഴും 10% കേൾക്കുന്നത്, അനേകായിരം കൂടി. നമ്മൾ പ്രസംഗിക്കുമ്പോൾ 100 പേര് കൂടി. അതിൽ 10 പേര് നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. വാചകങ്ങൾ വലിയ തെറ്റില്ലാതെ അവതരിപ്പിക്കാനൊന്നും ശ്രമിക്കുകയും സ്ഫുടമായ രീതിയിൽ വാക്കുകൾ ഉച്ചരിച്ച് വാചകങ്ങൾ തിരിച്ചുച്ചരിച്ച് സാവധാനം പറയാമെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ അത് മുന്നോട്ട് പോകും. ഹൈ സ്പീഡിനൊന്നും പോകണ്ട. അതിഷ്ടപ്പെടുന്ന ഒരു 10% പേരെങ്കിലും കാണും. നമ്മൾ പ്രസംഗിച്ചു തുടങ്ങിയാൽ ആരും ഇറങ്ങിപ്പോകുമൊന്നുമില്ല. അവരത് സഹിച്ചവിടെ ഇരിക്കും. ഇഷ്ടപ്പെടാത്തവർ കാണും. അപ്പം സുകുമാർ അഴീക്കോട് പ്രസംഗിക്കുന്ന അവിടെയും കാണും, ഓഡിയൻസിൽ കാണും. ഇഷ്ടമുള്ളവർ ഇല്ലാത്തവർ ധാരാളം പേര് കാണും. അത് ഇറങ്ങിപ്പോകുമൊന്നുമില്ല. അതാണൊരു അതിൻ്റെ രീതി. ഇത്രയും മനസ്സിലാക്കി നമ്മളെക്കാൾ വലിയവരാണ് എല്ലാവരും, അവിടെ ഒന്നും പറയണ്ട എന്നൊന്നും വിചാരിച്ച് പുറകോട്ട് മോറേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മൾക്ക് പറയാനുള്ളത് അവിടെ ഇരിക്കുന്നവരെക്കാൾ എന്തെങ്കിലും ഒരു മഹത്വം നമ്മൾക്ക് കൂടുതൽ അവർ കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. നമ്മളെ ആ സ്റ്റേജിലേക്ക് ക്ഷണിച്ചത് നമ്മൾക്കൊരു മഹത്വം കാണുന്നത് കൊണ്ടാണ്, അവർ പ്രതീക്ഷയുള്ളത് കൊണ്ടാണ്. നമ്മൾ അവതരിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ഒരു വശം അവരത് ആസ്വദിക്കുന്നവരുണ്ട്, ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഒരു കമ്പവും വേണ്ട. നമ്മളെക്കാൾ വലിയ ആൾക്കാരാണെങ്കിൽ നമ്മളുടെ ആശയം ഉൾക്കൊള്ളാൻ തന്നെ അവരവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അന്തസ്സായ രീതിയിൽ ഒരു വിറയലും കൂടാതെ അവിടെ നിന്ന് നമ്മൾക്കറിയാവുന്നത്
നല്ല നല്ല ഭാഷയിൽ ഉച്ചാരണ ശുദ്ധിയോട് ന്യായമായ ഉയർന്ന ശബ്ദത്തിൽ പറയൂ. ഒരു കുഴപ്പമില്ല. അത് ഓരോ സ്റ്റേജും കഴിയുമ്പോൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട പ്രസംഗങ്ങൾ കാഴ്ചവെക്കാനാകും. അതൊരു രീതിയിലും ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല. അതൊരു അനിവാര്യമായൊരു കാര്യമാണ്. ഏത് രംഗത്തായാലും നല്ല സംഭാഷണം വേണം. സ്റ്റേജിലല്ലെങ്കിൽ വലിയ വാചക കസരത്തുകാരൻ സ്റ്റേജിൽ കയറിയാൽ ഒന്നും കാണുകയില്ല. അല്ലാത്ത ആൾ ഇപ്പോൾ കഴിവുള്ള ആളെന്തിനാണ് സ്റ്റേജിൽ കയറുമ്പോൾ മാത്രം ഈ വിഷമം ഉണ്ടാകുന്നത്? അതിനെയാണ് സഭാകമ്പം എന്ന് പറയുന്നത്. അതിനുള്ള മരുന്നാണ് ചെയ്യേണ്ടത്. നമ്മൾ അവരെക്കാൾ അല്പം മുമ്പിലാണെന്നുള്ള ഒരു നല്ല സത്യം, അത് സത്യമാണ്, അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. അവിടെ ചെന്ന് നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ ഉച്ചാരണ ശുദ്ധിയോടെ വാക്കുകൾ തിരിച്ച് വാചകങ്ങൾ തിരിച്ച് പറയാനുള്ളത് പറഞ്ഞിട്ട് പുറത്തിറങ്ങൂ. ഒന്നും വിറയ്ക്കേണ്ട കാര്യമില്ല. അത് ആർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. അല്ലാതെ പ്രസംഗം പ്രത്യേകം പഠിച്ചിട്ടൊന്നും അല്ല ഈ എല്ലാവരും. ചിലരതിനു വേണ്ടി ക്ലാസ് അറ്റൻഡ് ചെയ്തെന്ന് വരും, ചില പുസ്തകങ്ങൾ വായിച്ചെന്ന് വരും. ഇതൊന്നും ഇല്ലാത്തവരാണ് അധികം പേരും. നല്ല പ്രസംഗർ പലരും ഇതൊന്നുമില്ലാതെ അവർ ജന്മസിദ്ധമായ അവരുടെ ആ ഭാഷ, പുസ്തകങ്ങൾ വായിക്കും, പത്രങ്ങൾ വായിക്കും. ഇത് വായന കൊണ്ട് നല്ല ഭാഷ വരും, നല്ല ശബ്ദം കിട്ടാൻ വേണ്ടി ഉള്ള ചില എക്സസൈസൊക്കെ ഉണ്ട്. അതുകൂടി ചെയ്യാമെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് സ്റ്റേജിൽ കയറി പ്രസംഗിക്കാനാവും. ഓക്കെ.